നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടും 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടും തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. നിലമ്പൂരിൽ ആരൊക്കെ വരാനാണ് സാധ്യത എന്നാണ് സോണി വിചാരിക്കുന്നത്? ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDFിൻ്റെയും LDFിൻ്റെയും ഒരു പ്രസ്റ്റീജ് മത്സരം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം LDFിനെ തുടർഭരണം കിട്ടുമോ എന്നുള്ളതിൻ്റെ വിലയിരുത്തൽ കൂടിയാവും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ തന്നെ UDFിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശ്വസിക്കാൻ വകയുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു വിലയിരുത്തലാകും. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ഇതൊരു പ്രസ്റ്റീജ് മത്സരമാണ്. ഇപ്പം UDFിൽ സ്ഥാനാർത്ഥികളായിട്ട് വരാൻ സാധ്യതയുള്ളത് ഇപ്പം നിലവിൽ കേൾക്കുന്ന സൂചന അനുസരിച്ച് KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് VSOE ആണെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ മുൻ MLA മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ പറ്റില്ല. ഒടുവിൽ PV അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകുന്ന ലക്ഷണവും കാണുവാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ ജോയി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ KSUവിലൂടെ വളർന്നു വന്ന ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിന് സിറിയൻ കത്തോലിക്കാണ്. അപ്പൊ ആ രീതിയിൽ നിലമ്പൂരിൽ അദ്ദേഹത്തിന് സാധ്യത കൂടുതലാണ്. നിലമ്പൂരിൽ കുറച്ച് സിറിയൻ കാത്തലിക്സ് ഒക്കെ ഉള്ള സ്ഥലമല്ലേ, അപ്പം സാധ്യത കൂടുതലല്ലേ? അല്ല, പൽമുറ ആര് പറഞ്ഞു VSOE സിറിയനാണെന്ന്? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇത്രയും കാലത്തോളം പെന്തക്കോസ്തുകാരെ ഒരു സിറിയൻ കത്തോലിക്ക അംഗീകരിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. സിറിയൻ കത്തോലിക്ക എന്ന് മാത്രമല്ല ഒരു കത്തോലിക്കരും. അപ്പോൾ ബന്ധക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട VSOE അവിടെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ഈ കത്തോലിക്കരുടെ ഇടയിൽ എത്രമാത്രം സ്വീകാര്യത ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. അല്ല, ശരിയായിട്ടും ഇദ്ദേഹത്തിനെ കുറിച്ച് സിറിയൻ കാത്തലിക് ആണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? ബന്ദിക്കോസ് ആണെങ്കിൽ ഒരു ബന്ദിക്കോസിന്റെ വിശ്വാസം ഇപ്പം ഈ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ബന്ദിക്കോസ് വിശ്വാസം കൂടെ പുലർത്തിക്കൊണ്ട് പോകാമല്ലോ. അങ്ങനെ പുലർത്തുന്ന ഒരാളാണോ അതോ ക്ലിയർ ആയിട്ടും ഒരു ബന്ദിക്കോസുകാരനാണെന്ന് പറയാൻ പറ്റുമോ? ക്ലിയർ ആയിട്ടും അദ്ദേഹം ഒരു ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. നിലമ്പൂർ പോലെയുള്ള മലയോര മേഖലത്തിൽ കൂടുതലും സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട കത്തോലിക്ക സഭയ്ക്കാണ് അവിടെ മുൻതൂക്കമുള്ളത്. അവരുടെ ഇടയിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നത് നന്നായി. പക്ഷെ VSOE അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അത് കത്തോലിക്ക വിഭാഗം അംഗീകരിക്കണമെന്നില്ല. അപ്പം മറിച്ച് BJP ചിലപ്പോൾ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. BJP ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും VSOEക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. മുസ്ലിം വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ പറ്റിയെങ്കിൽ പോലും ക്രിസ്ത്യൻ വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഷോൺ ജോർജിന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജ് വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് നിലമ്പൂരിൽ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അത് ജോയിക്ക് തിരിച്ചടി തന്നെയാവും. മറിച്ച് LDF സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം സ്വരാജിന്റെ പേര് പറയുന്നുണ്ട്. സ്വരാജ് അവിടെ നാട്ടുകാരനാണ്. സ്വരാജ് നല്ലൊരു ലീഡറാണ്. അപ്പം ഇടതുപക്ഷ മിഷണറി അവിടെ വളരെ സജീവമായി മാറും സ്വരാജിനെ പോലെ സ്ഥാനാർത്ഥി വരുവാണെങ്കിൽ. അല്ലെങ്കിൽ തന്നെ ഈ UDF സ്ഥാനാർത്ഥിത്വത്തിന് കോട്ടിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് കുറച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള ആൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അവിടെ LDF സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ മേലാഴുകയില്ല. ആര്യാടൻ ഷൗക്കത്തിന് ചിലപ്പോൾ പിന്തുണ കൊടുത്തെന്നിരിക്കും. പണ്ട് PV അൻവർക്ക് LDF പിന്തുണ കൊടുത്ത പോലെ. PV അൻവർ പഴയകാല കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് കുടുംബത്തിൽ നടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടാണ് LDF പിന്തുണ കൊടുത്തിട്ടാണ് അവിടെ മത്സരിച്ചത്. അങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് അവിടെ തോറ്റുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് LDF അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ മേലാഴുകയില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. M സ്വരാജിന് സാധ്യത ഉണ്ടെങ്കിൽ സ്വരാജൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റ് പിടിച്ചെടുക്കണം. പക്ഷേ ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം 2026 തെരഞ്ഞെടുപ്പ് മാത്രമല്ല PV അൻവറിനോട് ചെയ്യേണ്ട ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തും. അങ്ങനെയുള്ള സ്വരാജിനുള്ള സാധ്യത ഞാൻ സോണി പറയുന്നതിനോട് യോജിക്കും. അല്ല, ചിലപ്പം അദ്ദേഹം അവിടുന്ന് ഒരു എല്ലാവർക്കും സർവ്വസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് PV അൻവറിനെ തകർക്കാനുള്ള ശ്രമം നടത്താതിരിക്കില്ല. PV അൻവർ മത്സരിക്കുന്നില്ല എന്നാണല്ലോ PV അൻവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ PV അൻവർ മത്സരിക്കാനുള്ള സാധ്യത കുറവല്ലേ? അല്ല, PV അൻവർ ശരിക്കും പറയുന്നത് ചെക്ക് വെച്ചിരിക്കുകയാണ് UDFന്. കാരണം ആര്യാടൻ ഷൗക്കത്തും VSOയും തമ്മിലൊരു തർക്കം ഉണ്ടാകുകയും ചിലപ്പോൾ അവസാന നിമിഷത്തിൽ PV അൻവർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ മേലാഴുകയുമില്ല. കാരണം UDF ഇതിനോടുകൂടി തന്നെ PV അൻവർ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയും തെളിയും. മുസ്ലിം ലീഗിന് PV അൻവർ ഒരു സ്വീകാര്യം തന്നെയാണ്. മുസ്ലിം മജോറിറ്റി അവിടെ ഉള്ള കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. UDFിലായാലും LDFിലായാലും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിട്ട് ആരെങ്കിലും അവിടെ വരുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു സമ്മതി ഉണ്ടെന്ന് വേണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു. മുരുമ പ്രശ്നം ഒക്കെ ഇപ്പം പൊങ്ങി വന്ന സാഹചര്യത്തിൽ
ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ തന്നെ അവതരിപ്പിക്കാനുള്ള രീതിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് VS ജോയിയുടെ പേര് അവിടെ ഉയർന്നു വരുന്നത്. VS ജോയ് സിറിയൻ കാത്തലിക് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ബന്ധക്കോസ്തുകാരനാണ്. ഇത് എത്രമാത്രം അത് VS ജോയിയുടെ സ്ഥാനത്ത് അവിടെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പറ്റിയ സീറ്റ് എന്ന് പറഞ്ഞാൽ ബന്ധക്കോസ്തുകാർ കൂടുതലായിട്ടുള്ള തിരുവല്ല പോലെയുള്ള സീറ്റുകളാണ്. അങ്ങനെ ഒരു സീറ്റ് മത്സരിച്ചാൽ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലാണ് തിരുവല്ല ഇരിക്കുന്നത്. അത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് VS ജോയിയെ തിരുവല്ലയിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ VS ജോയിക്ക് കുറച്ചുകൂടെ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും ജോയിയുമായിട്ടൊരു തർക്കമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ തർക്കത്തിൽ കോൺഗ്രസ് ആരുടെ കൂടെ നിൽക്കും? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യതയുള്ള ആളിനെ തന്നെ അവിടെ നിർത്തി എടുത്തില്ലെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവർക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഈ 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു സൂചികയായിരിക്കും. ആ നിലയിൽ ഈ ആര്യാടൻ ഷൗക്കത്തോ അതോ ജോയിയോ ആരെയായിരിക്കും കോൺഗ്രസ് പിന്തുണയ്ക്കുക? ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലും ഇപ്പൊ കത്തോലിക്ക ക്രിസ്ത്യൻ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഭാഗത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ VS ജോയിയെ ഉള്ളൂ. കാരണം മുനമ്പം പ്രശ്നം പോലുള്ളതിനെയൊക്കെ ഒന്ന് ഒതുക്കി കാണിക്കുക എന്നുള്ളത് UDF ചിന്തിക്കുന്നുണ്ടാവും. കാരണം കോൺഗ്രസിലേക്കുള്ള വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളാണ് BJP പോകാൻ ഇപ്പം സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് VS ജോയിയെ ഇപ്പം UDF സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ മുൻതൂക്കമുണ്ട്. അദ്ദേഹം വളരെ കാലം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന് അവിടെ സാധ്യതയുണ്ട്. പണ്ട് PV അൻവറിനെ പോലെ ഒരാൾ അവിടെ മത്സരിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടത്. അതിനുശേഷം ഇങ്ങോട്ട് പിന്നീട് എപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് ഒതുക്കപ്പെടുന്ന ഒരു ചിത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം മലപ്പുറം DCC പ്രസിഡന്റായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം 70% മുസ്ലിം സമുദായത്തിന് മജോറിറ്റി ഉള്ളൊരു ജില്ലയാണ് മലപ്പുറം. ആ ജില്ലയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിരിക്കുന്ന VS ജോയിയാണ്. ഇതും ആര്യാടൻ ഷൗക്കത്തിന് ഒരു തിരിച്ചടി തന്നെയായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിലമ്പൂർ സീറ്റ് മത്സരിക്കാൻ ആഗ്രഹിച്ചു. ആദ്യം തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറ്റി നിർത്തപ്പെടുക ചെയ്തത്. അങ്ങനെ ഒരു VV പ്രകാശ് എന്ന് പറഞ്ഞ ഒരു മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന ആളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു PV അൻവറിന് എതിരായിട്ട്. അങ്ങനെ കഴിഞ്ഞ തവണ PV അൻവർ വിജയിച്ചു. രണ്ടാം ടൈം അവസാനിക്കുന്ന സമയം ആയപ്പോഴാണ് PV അൻവർ ഇടതുപക്ഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് തെറ്റി LDF ഇട്ട് UDF പാളയത്തിലേക്ക് വരുന്നത്. അപ്പം PV അൻവർ നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, UDF സ്ഥാനാർത്ഥി ആരായാലും ഞാൻ പിന്തുണ കൊടുക്കും, അത് കൂടുതൽ സാധ്യത VS ജോയി സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്നും പറഞ്ഞു. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ആക്ഷേപിക്കാനും PV അൻവർ അന്ന് തുനിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആര്യാടൻ ഷൗക്കത്ത് സിനിമാക്കാരനാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല, അദ്ദേഹം നിന്നാൽ തോറ്റുപോകുന്നൊക്കെ PV അൻവർ പറയുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവർ UDF ചെക്ക് വെക്കുക എന്നുള്ളതാണ്. PV അൻവറിന്റെ സ്വാധീനമില്ലാതെ അവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പൊ VS ജോയിയുടെ പേര് മുൻകൂറായിട്ട് PV അൻവർ പറഞ്ഞത് തന്നെ ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആളോടെ MLA ആയിട്ട് വരണം, ഇല്ലെങ്കിൽ തനിക്ക് സീറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു. ഇത് ഇങ്ങനെ PV അൻവർ പറയുമ്പോൾ പോലും നമ്മളൊന്ന് മനസ്സിലാക്കണം, VS ജോയി ഒരിക്കലും സീരിയൻ കാത്തലിക് അല്ല, കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുമല്ല, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് PV അൻവർക്ക് അറിയാതെ പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ചർച്ചയാകാനും സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും തോറും ഇതൊരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് UDF തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് ആര്യാടൻ ഷൗക്കത്തിന് ഇങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബമാണ്. അണികളൊക്കെ കോൺഗ്രസ്സുകാരാണ്. ആര്യാടൻ കാത്തു സൂക്ഷിച്ച ഒരു പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മതേതരത്വമായിട്ടുള്ള നിലപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ വിട്ടിട്ട് ആര്യാടൻ ഷൗക്കത്ത് എന്തെങ്കിലും കോൺഗ്രസിൽ നിന്ന് മാറി LDFന്റെ ഏതെങ്കിലും സീറ്റോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ ഒക്കെ മോഹിച്ചാടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയാണ് PV അൻവർ വരത്തില്ലല്ലോ. PV അൻവറും കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നല്ലോ. അദ്ദേഹത്തിന് സ്വീകാര്യമായ ഒരു ഓഫർ കിട്ടിയപ്പോൾ അദ്ദേഹം LDF പിന്തുണ മേടിച്ചുകൊണ്ട് അദ്ദേഹം 2 തവണ അവിടെ MLA ആയി. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ സാമ്രാജ്യമാണ്. തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ പോയത്. ആ സാമ്രാജ്യത്തിനാണ് ഇടിവ് പറ്റിയത്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു തട്ടുകേട് കെട്ടി നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോൾ DC പ്രസിഡന്റ് ആകാൻ പറ്റിയില്ല, കഴിഞ്ഞ തവണ മത്സരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പറ്റിയ സീറ്റ് നിലമ്പൂർ തന്നെയാണ്. PV അൻവർ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പം ആ നിലയിൽ ഒരു തഴയപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ LDF ഒരു പിന്തുണ കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കാൻ മേലാഴികയില്ല. കാരണം LDFനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഒരു വാശിയേറിയ മത്സരത്തിനായിരിക്കും അവരും മുന്നിട്ടിറങ്ങുന്നത്. കാരണം LDFനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് LDF ആളെയും വിട്ടുപോയ ആളാണ് PV അൻവർ. അദ്ദേഹത്തെ തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് LDF കണക്ക് കൂട്ടുന്നുണ്ട്. മാത്രമല്ല അടുത്ത പ്രാവശ്യം ഭരണം തങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു വിലയിരുത്തലും കൂടി ആയിരിക്കും LDF ആ രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ LDF കാണുന്നത്. പിന്നെ സ്വരാജിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നാലും
അതിശയിക്കാനല്ല. നല്ലൊരു മത്സരം LDF കാഴ്ചവെക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് വരുന്ന സമയത്ത് ഇപ്പം കത്തോലിക്ക വിവാദത്തിൽപ്പെട്ട ആളല്ലാത്ത ബന്ധുക്കോസുകാരനായ VSOE അവിടെ സ്ഥാനാർത്ഥി ആയാൽ കത്തോലിക്ക വിഭാഗത്തിൻ്റെ വോട്ടും മുസ്ലിങ്ങളുടെ വോട്ടും എത്രമാത്രം അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. LDF വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടും. അങ്ങനെ ഒരു രീതി UDF സ്ഥാനാർത്ഥി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ശരിയായിട്ടും നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് VS ജോയിക്ക് ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. കാരണം സിറിയൻ കാത്തലിക്കാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ പ്രസന്റ് ചെയ്ത് വോട്ട് നേടാമെന്ന് കോൺഗ്രസ് കരുതണ്ട. അദ്ദേഹം സിറിയൻ കാത്തലിക് അല്ല, അദ്ദേഹം കൃത്യമായ ബെന്തിക്കോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് അത് ശരിയാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു സീരിയസ് ആയി കാണും എന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും വരിക, അല്ലെങ്കിൽ അൻവറിലേക്ക് സീറ്റ് പോകും. ഏതായാലും ഓപ്പോസിറ്റ് വരാൻ പോകുന്നത് സ്വരാജിനെ പോലെ ഒരാളാണെങ്കിൽ വളരെ ശക്തമായൊരു മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ മത്സരത്തിലേക്ക് ഈ പറയുന്നത് പോലെ ഷോൺ ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ശക്തമായി BJPക്കും ഒരു പ്രസ്റ്റീജ് മത്സരമായി അത് മാറും. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ മത്സരം നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ചർച്ചയായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അത് നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.